Okay. Okay. Good morning to all. Okay. Today I will discuss about that is problems of composite cylinder. We have already discussed about that is plain wall, composite wall, and hollow cylinder. These are the problems we have already discussed in last few classes. And today I will discuss about that is problems on composite cylinder. Last university exam ചോദിച്ച ഒരു question ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം problems on composite cylinder. നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കുക, ഒന്ന് നോക്കുക കേട്ടോ, കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. നോക്കാം എന്താ പറയുന്നത്. ആൻ അലുമിനിയം പൈപ്പ് ക്യാരീസ് സ്റ്റീം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അലുമിനിയം പൈപ്പാണ്. ആ അലുമിനിയം പൈപ്പ് എന്താ ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്ന എന്താണ്, സ്റ്റീമാണ്. ക്യാരി ചെയ്യുന്ന സ്റ്റീം മറ്റെത്രയാണ്, 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. അലുമിനിയം പൈപ്പാണ്, ആ അലുമിനിയം പൈപ്പ് ക്യാരി ചെയ്യുന്ന എന്താണ്, സ്റ്റീമാണ്. സ്റ്റീമിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോക്കാം. അപ്പൊ ഒരു ടെമ്പറേച്ചർ നമുക്ക് കിട്ടി 110 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഇതാണ് നമ്മുടെ സ്റ്റീം പൈപ്പ്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റീം പൈപ്പ്. ആ സ്റ്റീം പൈപ്പിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, THF, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 110 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കും. ഇനി കൊടുത്തിട്ടുണ്ട് ദ പൈപ്പ്, സ്റ്റീം പൈപ്പ് ആണ് കേട്ടോ. ആ പൈപ്പിന്റെ കെ എന്ന് വെച്ചാൽ എത്രയാ, 185 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെ, നമുക്കറിയാം. അപ്പൊ ഇനി നമ്മൾ ആ ഇതൊക്കെ വേർഡുകളൊക്കെ കാണുമ്പോൾ തെറ്റാതിരിക്കുക. കെ എന്ന് വെച്ചാൽ എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 185 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി എന്താ ക്വസ്റ്റ്യൻ അത് പറയണേ, അപ്പൊ അത് കിട്ടി. ഇനി പറയേണ്ടത് ക്വസ്റ്റ്യൻ അത് പറയേണ്ടത് എന്താണ്, അതിന്റെ റേഡിയസ്, തിക്നെസ്, റേഡിയസ് അല്ല ഡയമീറ്റർ. അപ്പൊ ഈ പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 100 mm ആണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പൈപ്പ്. ഈ പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നമ്മളൊരു ടോട്ടൽ ഒരു ഹോളോ സിലിണ്ടർ ആണ് ആ ഷേപ്പ് വരുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഡയമീറ്റർ എന്നുള്ളത് എത്രയാണ്, 100 mm ആൻഡ് 120 mm. അപ്പൊ രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, 100 mm തന്നിട്ടുണ്ട്, 120 mm തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീം എന്നുള്ള നമുക്ക് ശ്രദ്ധിക്കാം, ഇതാണ് നമ്മുടെ പൈപ്പ്, സ്റ്റീം എന്നുള്ള പൈപ്പ്. അത് കഴിഞ്ഞു എന്താ പറഞ്ഞിരിക്കുന്നത്, ആ പൈപ്പ് അലുമിനിയം പൈപ്പ് ക്യാരീസ് സ്റ്റീം. അലുമിനിയം പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റീം 110 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ആ പൈപ്പിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് 185 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ഹാസ് ആൻ ഇന്നർ ഡയമീറ്റർ ഓഫ് എത്രയാണ്, 100 mm ആൻഡ് ഔട്ടർ ഡയമീറ്റർ ഓഫ് എത്രയാണ്, 120 mm. ഇനി എന്താ പറയുന്നത്, അപ്പൊ ആ രണ്ടിന്റെയും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, റേഡിയസ് മനസ്സിലാക്കാൻ പറ്റും. റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര, 100/2 ദാറ്റ് ഈസ് 50 mm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 മീറ്റർ. രണ്ടാമത്തെ കേസ് എന്താണെന്നിരിക്കുന്നത്, ഔട്ടർ റേഡിയസ് R2 ആണ്, ദാറ്റ് ഈസ് 120. R2 എന്ന് പറയുമ്പോൾ എന്താ, D/2 ആണ്. ഡയമീറ്റർ എത്ര, 120. 120/2 എത്രയാണ്, 60 mm, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 0.06 മീറ്റർ. അത് കിട്ടി. നേരത്തെ നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നു, ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം എത്രയാണ്, 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അവിടെ അഗെയിൻ വേറെ എന്തെങ്കിലും ഡാറ്റ തന്നിട്ടുണ്ടോ നോക്കാം. The pipe is located in a room where the ambient air temperature is 30 degree Celsius. പൈപ്പ് ലൊക്കേറ്റ് ചെയ്യുന്ന റൂമിലാണ്. അതാണ് നമ്മൾ അടുത്ത് ഔട്ടർ നമ്മൾ കാണുന്നത്. ഇതാണ് റൂമിന്റെ, ഈ ഔട്ടർ നമ്മൾ കാണുന്ന ആ റൂമിന്റെ ടെമ്പറേച്ചർ എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 30 ഡിഗ്രി സെൽഷ്യസ്. അതാണ് നമ്മൾ എന്തായാലും എടുത്തിരിക്കുന്നത്, TCF, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 30 ഡിഗ്രി സെൽഷ്യസ്. കിട്ടിയല്ലോ, നോട്ട് ചെയ്യാം. ആൻഡ് ദ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പൈപ്പ് ആൻഡ് എയർ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു പൈപ്പാന്ന് മനസ്സിലായിട്ടുണ്ട്, ഇത് പൈപ്പാന്ന് മനസ്സിലായി. ആ പൈപ്പിന് അതൊരു അലുമിനിയം പൈപ്പാന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ കണ്ടക്ടിവിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഇന്നർ ഔട്ടർ, അവിടെ 2 പൈപ്പ് തന്നിട്ടുണ്ട്. 2 പൈപ്പിന് ഡയമീറ്റർ തന്നു അല്ലെ, ഒരു ഇന്നർ പൈപ്പ് അല്ലെങ്കിൽ അവിടെ അതൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈപ്പിന്റെ ഉള്ളില് എന്താണ്, എയർ ആണ് ഫില്ല് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു. അപ്പോ ഈ എയർ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പൈപ്പിന്റെ ഔട്ടറിൽ നമ്മൾ എന്ത് വരച്ചു, ഒരു റൗണ്ട് വരച്ചു, റേഡിയസ് നമ്മൾ വരച്ചു. ഇതിനകത്ത് എന്താണ്, എയർ ആണ്. ഈ എയറിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തന്നു കഴിഞ്ഞാൽ, എയർ ആണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, കൺവെക്ഷൻ ആണ്. അവിടെ എന്താ വരുന്നുണ്ടാവുക, കൺവെക്ഷൻ ആണ് നമുക്ക് അവിടെ വരുന്നുണ്ടാവുക. അപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്, എത്രയാ തന്നിട്ടുള്ളത്, നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം, എയർ 15 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണത്, HCF, that is equal to
15 watt per meter degree Celsius. 15 watt per meter അല്ല meter square degree Celsius. 15 watt per meter square degree Celsius. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? To determine the heat transfer rate per length of pipe. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്? Q by L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? Q by L ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താ പറയുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ടു റെഡ്യൂസ് ദ ഹീറ്റ് ലോസ് ഫ്രം ദ പൈപ്പ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് 50 mm തിക് ലെയർ ഓഫ് ഇൻസുലേഷൻ. ഇപ്പൊ രണ്ടാമത്തെ കേസാണ്. നമുക്ക് ഹീറ്റ് ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പൈപ്പ് കവർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു 50 mm ഉള്ള എന്ത് വെച്ചിട്ടാണ്? ഒരു ഇൻസുലേഷൻ വെച്ചിട്ടാണ്. 50 mm ഉള്ള ഒരു ഇൻസുലേഷൻ വെച്ചിട്ടാണ്. അതിന്റെ ഇൻസുലേഷന്റെ തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ കേസാണ് കേട്ടോ. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഫ്രം ദ ഇൻസുലേറ്റഡ് പൈപ്പ്. അവിടത്തെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അഗൈൻ Q by L തന്നെയാണ് വരേണ്ടവ ഇൻസുലേറ്റഡ് പൈപ്പിന്റെ. അസ്യൂം അവിടെ നമുക്ക് എന്തിനുണ്ട്? കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എന്താണ് അത്? നെഗ്ലിജിബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് കേസ്. ഒരു കേസിനകത്ത് ഒരു സ്റ്റീം പൈപ്പ് എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കേസിൽ ആ സ്റ്റീം പൈപ്പിനെ കവർ ചെയ്തിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടാമത്തെ കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസുലേഷൻ. കണ്ടോ, ഒരു സ്റ്റീം പൈപ്പ്, ഇവിടെ സ്റ്റീം പൈപ്പ് ആണ്. ആ സ്റ്റീം പൈപ്പിന്റെ പുറത്ത് എന്തൊരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അഗെയിൻ നമ്മൾ ഉള്ളിൽ എന്താണ്? എയർ ഫിൽ ചെയ്തിരിക്കുകയാണ്, അറ്റ്മോസ്ഫിയറിക് എയർ ആണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കേസ്. നമുക്ക് നോക്കാം പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം. നമുക്കറിയാം ഒരു അലുമിനിയം പൈപ്പ് എന്നുള്ളത് ഇന്നർ ഒരു റേഡിയസ് ഉണ്ട്, ഔട്ടർ റേഡിയസ് ഉണ്ട്. അപ്പൊ ആ പൈപ്പിന് അകത്ത് ഒരു നമുക്കറിയാം ഒരു മെറ്റൽ റോഡിന് നമ്മൾ ഒരു സൈഡിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് എന്ത് ചെയ്യുന്നു? ത്രൂ കണ്ടക്ഷൻ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് പോകും. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു അലുമിനിയം പൈപ്പ് എടുത്താലോ ഒരു മെറ്റൽ റോഡ് എടുത്താലോ എന്ത് വന്നാലും അവിടെ എന്താണ്? അവിടെ നമുക്ക് വരുന്നത് കണ്ടക്ഷൻ ആണ് വരുന്നത്. അവിടെ നമുക്ക് വരുന്നത് എന്താണ്? വീണ്ടും പറയുന്നു, അവിടെ നമുക്ക് വരുന്നത് എന്താണ്? കണ്ടക്ഷൻ ആണ് വരുന്നത്. ഇനി നമ്മൾ അവിടെ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ഈ അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത്. അറ്റ്മോസ്ഫിയറിന്റെ ഉള്ളിൽ നമ്മൾ എന്താ എയർ ഫിൽ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ വരുന്നത് എന്താണ്? അവിടെ നമുക്ക് വരുന്നത് കൺവെക്ഷൻ ആണ് നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് വരുന്നത് എന്താണ്? കൺവെക്ഷൻ ആണ്. അപ്പൊ ജനറൽ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ജനറൽ ഇക്വേഷൻ വെച്ചാൽ എന്താ? Q ഈക്വൽ ടു ഡെൽറ്റ ടി ഓവറോൾ ഡിവൈഡഡ് ബൈ RTH. ഡെൽറ്റ ടി ഓവറോൾ ഡിവൈഡഡ് ബൈ RTH. ഇത് ജനറൽ ഇക്വേഷൻ. അത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഇപ്പൊ രണ്ട് കേസ് ഉണ്ട്. അത് എടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് കേസാണ് നമുക്ക് എങ്ങനെ എടുക്കാം? Q ഈക്വൽ ടു UA ഡെൽറ്റ ടി. ഇനി അതൊന്ന്. രണ്ട് കേസ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി കണ്ടക്ഷനും കൺവെക്ഷനും വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഓർമ്മയുണ്ടോ? കണ്ടക്ഷൻ വരുമ്പോൾ R എങ്ങനെയാ വരിക? എങ്ങനെയാ വരുന്നത്? അത് കൺവെക്ഷൻ വരുമ്പോൾ R എങ്ങനെയാ വരുന്നത്? ആ രണ്ട് പോയിന്റും കൂടി ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കഴിഞ്ഞു? ഓൾമോസ്റ്റ് നമുക്കുള്ള എല്ലാ ഡാറ്റാസും അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായി? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. പൈപ്പ് എത്രയാണ്? 185. അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് എത്രയാണ്? 15 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഇതൊക്കെ നമ്മൾ നേരത്തെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ കാര്യങ്ങൾ തന്നെ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുക. അപ്പൊ നമ്മളൊരു ഹോളോ പൈപ്പാണ്. അലുമിനിയം പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു പൈപ്പിന് എന്തുണ്ട്? ആദ്യം ഒരു ഇന്നർ ഒരു ഡയ ഉണ്ടാവും, ഒരു ചെറിയ തിക്നെസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഔട്ടർ ഡയ വരിക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ 100 mm എന്നുള്ളത് പൈപ്പിന്റെ ഡയമീറ്റർ ആണ്. ഇന്നർ അല്ല, പൈപ്പ് ഡയമീറ്റർ ആണ്, ഔട്ടർ ആണ് വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ. അതിന്റെയാണ് നമ്മൾ റേഡിയസ് എടുത്തത്. അത് എത്രയാണ്? 50 mm തന്നിട്ടുണ്ട്. അതിന്റെ പുറത്ത് നമ്മൾ ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. അതിനുള്ള എയർ ഫിൽ ചെയ്തിരിക്കുവാണ്. അതിന്റെ റേഡിയസ് ആണ് നമ്മൾ എന്തെടുത്തത്? 60 mm എടുത്തത്. ഇനി നമ്മൾ സെക്കൻഡ് കേസിൽ വന്നപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ പൈപ്പ് കഴിഞ്ഞാൽ പൈപ്പിന് ഇടയ്ക്ക് ഒരു ഇൻസുലേഷൻ കൊടുത്തു. ആ ഇൻസുലേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? എയർ ഫിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ മൂന്ന് കേസും കൂടെ കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? Q by L. എന്താ കണ്ടുപിടിക്കേണ്ടത്? Q by L. ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താ കണ്ടുപിടിക്കേണ്ടത്? Q by L. Q by L എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. ഒന്നും കൂടെ പറയാം. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? Q ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? Q by L ആണ്. മനസ്സിലായല്ലോ? ഇവിടെ രണ്ട് കേസ് ആണ് നമുക്ക് കിട്ടിയത്. എന്താ വന്നത്? Q by L ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഓവറോൾ ഡിവൈഡ് ബൈ RTH. RTH എന്ന് പറയുമ്പോൾ രണ്ട് കേസാണ്. ഒന്ന് R നമുക്ക് വരുന്ന എന്താ? കണ്ടക്ഷൻ. R എന്താ വരുന്നുണ്ടാവുക? കണ്ടക്ഷൻ. അതെവിടെയാ? നമ്മുടെ അലുമിനിയം പൈപ്പിൽ. അടുത്ത് നമ്മൾ ഒരു എയറിന്റെ ഒരു റെസിസ്റ്റൻസ് അവിടെ കണ്ടില്ലേ? അവിടെ നമുക്ക് വരുന്ന എന്താണ്? R
കണ്ടക്ഷൻ കഴിഞ്ഞാൽ കൺവെക്ഷൻ. ഇതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. മനസ്സിലായല്ലോ? ഇനി അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം? ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഓവറോൾ എന്ന് പറഞ്ഞാൽ എന്താ? THF മൈനസ് TCF ആണ്. എങ്ങനെയാ അത്? THF എന്ന് വെച്ചാൽ എന്താ? ആ സ്റ്റീം അലുമിനിയം പൈപ്പ് ഇല്ലേ, അവിടെ ഉള്ളിൽ സ്റ്റീം ഇല്ലേ, അവിടുത്തെ ടെമ്പറേച്ചർ ആണ് THF. പുറത്തുള്ള ടെമ്പറേച്ചർ എയറിനാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? TCF. അപ്പൊ അവിടെ നമുക്ക് എടുത്ത് എഴുതാം ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഡെൽറ്റ ടി ഓവറോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? THF മൈനസ് എന്താണ്? TCF ഹോൾ ഡിവൈഡഡ് ബൈ, ഇനിയാണ് നമുക്ക് അറിയേണ്ടത് ഹോൾ ഡിവൈഡഡ് ബൈ ആദ്യം കണ്ടക്ഷൻ പിന്നെ കൺവെക്ഷൻ. അപ്പൊ കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? R2 R1 R2 ആണ്. അലുമിനിയം പൈപ്പിന്റെ കേസ് അവരാണ്. അല്ല, അലുമിനിയം പൈപ്പ് മറ്റേ ഇത് രണ്ട് കേസും കൂടെ കമ്പൈൻ ചെയ്താണ്. അപ്പൊ എങ്ങനെ എഴുതാം? LN നാച്ചുറൽ ലോ രണ്ട് കേസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇക്വേഷൻ അല്ലെ. LN R2 ബൈ R1 ഡിവൈഡഡ് ബൈ, നമുക്കറിയാം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സിലിണ്ടർ ആണ്. അപ്പൊ സിലിണ്ടറിന്റെ ഏരിയ നമുക്ക് വരുന്നത് എങ്ങനെയാ? 2πLK ആണ് വരിക. എങ്ങനെ വരിക? 2πL into K. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2πL into KA ഒരു കേസ് പ്ലസ് എന്താ വരേണ്ടാവുക? 1 ഡിവൈഡഡ് ബൈ എന്താണ്? HCF. എന്താണ്? ഏതിന്റെ ഇക്വേഷനാ? ഏതിന്റെയാണ്? കൺവെക്ഷന്റെ ആണ്. ഇൻറ്റു ഏതാണ്? എയർ മാത്രമുള്ള ആ ഏരിയ ആണ്. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? R2 ആണ്. ഇൻറ്റു എന്ത് വരും? ഇതിന്റെയും ഏരിയ വരും എന്താ? 2πL K ഇല്ല. മനസ്സിലായോ? ഇതിനെയാണ്, ഈ 2πLനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കോമൺ ആയിട്ട് മുകളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഇക്വേഷനിൽ അങ്ങനെയാണ് ഈ 2πL മുകളിൽ വന്നത്. 2πL into THF minus TCF ഹോൾ ഡിവൈഡഡ് ബൈ എങ്ങനെ വന്നു? LN R2 by R1 ഡിവൈഡഡ് ബൈ KA പ്ലസ് 1 ഡിവൈഡഡ് ബൈ HCF into R2. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? തെറ്റൊന്നുമില്ലല്ലോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ Q ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ L ഇവിടെ വരില്ല. Q by L എന്ന് വരുമ്പോൾ എന്താവും? 1 that is equal to 2π into വരുള്ളൂ. 2π into THF minus TCF ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു? LN R2 by R1 ഡിവൈഡഡ് ബൈ KA പ്ലസ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ HCF into R2. വളരെ കറക്റ്റ് ആയിട്ട് പറയാം, ഇതെല്ലാ ഇക്വേഷൻസും നമുക്ക് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡാറ്റ ബുക്ക് ആയിട്ട് യൂസ്ഡ് ആയാൽ മാത്രമാണ് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, കറക്റ്റ് ആണല്ലോ? യു ഹാവ് ടു ബൈ. ഞാനത് ഡാറ്റ ബുക്ക് സ്കാൻ ചെയ്ത് തരാൻ ഇപ്പൊ എന്റെ കയ്യിലില്ല, നമുക്ക് നോക്കിയിട്ട് അത് ചെയ്തു തരാം. ഓക്കെ, ദാറ്റ് ഈസ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. THF എന്ന് പറയുന്നത് എത്രയാ? 110 ആണ്. THF എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡ്, സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ആണ്. ഔട്ടർ എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 30 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2π into 110 minus 30 ഡിവൈഡഡ് ബൈ LN എന്താണ്? R2 by R1 എത്ര വരുന്നത്? 0.06 ഡിവൈഡഡ് ബൈ 0.05 ഹോൾ ഡിവൈഡഡ് ബൈ KA തെർമൽ കണ്ടക്ടിവിറ്റി 185 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താണ്? H അല്ലെ, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് 15 H into R2 എത്രയാണ്? 0.06. ഇതൊക്കെ കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കാൽക്കുലേറ്റർ എടുത്ത് എല്ലാവരും ക്ലാസ് തുടങ്ങുമ്പോൾ കാൽക്കുലേറ്റർ കയ്യിലെടുത്ത് വെക്കുക. നമ്മൾ ഡയറക്റ്റ് ഡാറ്റാസ് ഒക്കെ ഒന്ന് ഇൻപുട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എത്ര വരണമെന്ന് നോക്കി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ആൻസർ എത്ര വരണമെന്ന് നോക്കി. എല്ലാവരും ഡാറ്റ ബുക്ക് നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കി. എല്ലാവരും എത്ര വരണ ആൻസർ? നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഇൻപുട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് അറൌണ്ട് എത്ര വരുന്നുണ്ടാവുക? 451.99 വാട്ട് പെർ മീറ്റർ. 455.51.99 വാട്ട്. ഇതെങ്ങനെ വാട്ട് പെർ മീറ്റർ വന്നേ? വാട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ യൂണിറ്റ് ആണ്. Q പെർ ലെങ്ത് അല്ലേ? Q by L. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? വാട്ട് പെർ മീറ്റർ. നമ്മൾ ഇക്വേഷൻ വെച്ച് അത് സോൾവ് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പൊ ഞാനത് എടുത്തില്ല എന്ന് മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് പൈപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു 451.99 വാട്ട് പെർ മീറ്റർ. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. കേസ് 2 വരുമ്പോൾ എന്താ പറയണേ? നമ്മൾ പറഞ്ഞു നേരത്തെ സെയിം സംഭവം തന്നെയാണ്. നമ്മൾ എന്ത് പറഞ്ഞു? ഒരു സ്റ്റീം പൈപ്പ് അവിടെ ഉണ്ട്. ഓക്കെ, സ്റ്റീം പൈപ്പിന് ശേഷം ഒരു 50 mm ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 50 mm ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് B. അതിന്റെ ഔട്ടറിൽ നമ്മൾ എയർ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ അടുത്തൊരു കേസ്. അപ്പോൾ ഒന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി മാറും. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് റേഡിയസ് R1 എന്ന് പറയുന്നത് മാറ്റമുണ്ടോ? എത്രയാണ്? R1 എന്ന് വെച്ചാൽ നേരത്തെ കണ്ടുപിടിച്ചാണ് 0.05 അല്ലെങ്കിൽ 50 mm. പക്ഷേ രണ്ടാമത്തെ കേസ് R2 എന്ന് പറയുമ്പോഴോ അതും 60 mm 0.06 ആണ്. പക്ഷെ R3 എന്നുള്ളൊരു സാധനം നമുക്ക് ഇവിടെ വന്നു അല്ലെ. R3 എന്നുള്ളത് പുതിയൊരു സാധനം വന്നു അല്ലെ. R3 വന്നില്ലേ? അപ്പൊ അതിന്റെ കേസ് എങ്ങനെയാ വരിക? അപ്പൊ എങ്ങനെ വരും? R2 പ്ലസ് അതെങ്ങനെയാ വരുന്നത്? R2 അല്ലെങ്കിൽ സോറി R2 പ്ലസ് R2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R1 പ്ലസ് R2. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം 50
50 mm തിക്കാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്, ഇൻസുലേഷൻ ലെയർ വന്നിട്ടുള്ളത്. എന്താ വന്നിട്ടുള്ളത്, 50 mm തിക്കാണ് ഇൻസുലേഷൻ ലെയർ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് R3? നമ്മുടെ അവിടെ വരുന്നത് എന്താണ്, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ റേഡിയസ് പ്ലസ് എന്താണ് 50 mm ആണ് ഇൻസുലേഷൻ വരുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 110 mm വരും. ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 110 mm വരും. മനസ്സിലായോ? 60 പ്ലസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 150. ദാറ്റ് ഈസ് 110 mm വരും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 0.11 മീറ്റർ വരും. അപ്പൊ ബാക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റി കെ തന്നിട്ടുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി രണ്ടാമത്തെ കേസ് കെ ബി തന്നിട്ടുണ്ട്, HCF ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ നേരത്തെ സെയിം കോൺസെപ്റ്റ് ആണ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. എന്താ പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഇൻസുലേറ്റഡ് പൈപ്പ്. എങ്ങനെ ചെയ്യാം, ഒരു കാര്യം കൂടെ ഇവിടെ ആഡ് ചെയ്ത് വരും. എന്തൊക്കെയാ പറയണത്, ഒരു കാര്യം കൂടെ. കോമൺ ഇക്വേഷൻ എന്താ നോക്കി, Q ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ RTH. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ 1 R കണ്ടക്ഷൻ പ്ലസ് രണ്ടാമത്തെ കേസ് ഇൻസുലേഷൻ വന്നു, അവിടെയും എന്ത് തന്നെയാണ്, R കണ്ടക്ഷൻ പ്ലസ് നമുക്ക് എന്താണ് എയർ വന്നിട്ടുണ്ട്, അവിടെ എന്താണ് R കൺവെക്ഷൻ. മനസ്സിലായോ? അപ്പൊ രണ്ടിന്റെയും നമ്മൾ റേഡിയസ് വെച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ ln R2 by R1 ഡിവൈഡഡ് ബൈ KA, രണ്ടാമത്തെ കേസ് ln R3 by R2 ഡിവൈഡഡ് ബൈ KB, മൂന്നാമത്തെ കേസ് 1 ഡിവൈഡഡ് ബൈ HCF into R3. കറക്റ്റ് ആണല്ലോ, വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ, കറക്റ്റ് ആണല്ലോ, പിടികിട്ടിയില്ലേ, പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. എങ്ങനെയാ വരുന്നത് ഇക്വേഷൻ, നമ്മൾ ഈ 2π കോമൺ ആയിട്ട് എടുത്തു, എല്ലിനെ ഇങ്ങോട്ട് വന്നു, Q L ആയി. അപ്പൊ 2π into THF minus TCF ആണ്, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ln R2 by R1 എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് R2 എന്ന് പറയുന്നത് 120 ഡിവൈഡഡ് ബൈ 2 ആണ് 0.06, 100 ഡിവൈഡഡ് ബൈ 2 ആണ് 0.05. അവിടെ R2 by R1 ഡിവൈഡഡ് ബൈ K എന്നുള്ള എത്രയാണ്, 185 ആണ് വരുന്നത്. രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ln R3 by R2 ഡിവൈഡഡ് ബൈ KB. അപ്പൊ R3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടു എന്താണ് 60 കണ്ടു, 60 പ്ലസ് എത്ര വരുന്നുണ്ടാവുക 50 ആണ്, ദാറ്റ് ഈസ് എത്ര വരുന്നത് 110 ആണ് തിക്നെസ്, 110 ആണ് വരുന്നുണ്ടാവുക. 110 എന്ന് വെച്ചാൽ 0.11 ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ നേരത്തെ വന്ന R2 എത്രയാണ് 60 ആണ്, 0.06 ഡിവൈഡഡ് ബൈ തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണ് 20, ദാറ്റ് ഈസ് 0.2. തെർമൽ കണ്ടക്ടിവിറ്റി 20 അല്ല 0.2 പ്ലസ് എന്താ പറയുന്നത് മൂന്നാമത്തെ കേസ് കൺവെക്ഷൻ ആണ്, 1 ഡിവൈഡഡ് ബൈ HCF into R3. HCF നമുക്കറിയാം 15, R3 എത്രയാണ് 0.11. നമ്മൾ ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് രണ്ടാമത് പ്രോബ്ലം എടുത്ത് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളിപ്പോ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു പോയി, ഇതിന് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഈ പ്രോബ്ലം നോക്കി നിങ്ങൾ തന്നെ സ്വയം എഴുതുക. സ്വയം എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സംശയങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് സംശയങ്ങൾ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം, എന്താ വെച്ചാൽ കാര്യങ്ങൾ പറയാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അത് ക്ലാരിറ്റി നമുക്ക് വരുത്താം. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം, കറക്റ്റ് അത് മനസ്സിലാക്കി പോവാം. അപ്പൊ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നത് 502, 0.65, പിന്നെ ln R3 by R2 ചെയ്യുക, ln R2 by R1 ചെയ്യുക, R3 by R2 ചെയ്യുക, പ്ലസ് 1 ഡിവൈഡഡ് ബൈ HCF into R1 ചെയ്യാം. അപ്പൊ അറൌണ്ട് ആ വാല്യൂ നമുക്ക് വരും എത്ര വരുന്നത് 138.18 വാട്ട് പെർ മീറ്റർ. എത്ര വരുന്നത് 138.18 എത്രയാണ് വാട്ട് പെർ മീറ്റർ. അപ്പൊ ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എന്താണ് ഇൻസുലേറ്റഡ് പൈപ്പ് എന്നുള്ളത്. അപ്പൊ ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ 2 കേസ് ആണ് വരുന്നത്. ഒന്നും കൂടെ ഞാൻ പറയുന്നു. ഒന്നാമത്തെ കേസ് നമ്മൾ വരുമ്പോൾ ഒരു സ്റ്റീം പൈപ്പാണ്. ആ സ്റ്റീം പൈപ്പ് നമ്മൾ അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചുറ്റും നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, R1 R2 തന്നിട്ടുണ്ട്, R1 R2 നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന് ചുറ്റും നമ്മൾ എന്താണ് ഒരു എയർ കോളം ആണ് വരുന്നത്, അതിന്റെയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ കേസ് വന്നപ്പോൾ കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും, നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ കേസ് വന്നപ്പോൾ അലുമിനിയം പൈപ്പിന് ചുറ്റും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ 60 പ്ലസ് 50 പ്ലസ് 50 ആണ് ശരിക്കും വരേണ്ടത്. അവിടെ എടുത്തിരിക്കുന്നത് 60 പ്ലസ് 50 ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ ഉണ്ട്, ഞാൻ തിരുത്തി പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞ ചെറിയൊരു ഇതുണ്ട്, നമുക്ക് നോക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കേസ് നമ്മൾ പറയുമ്പോൾ അലുമിനിയം പൈപ്പിന് ചുറ്റും ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഒരു എയർ കോളം വന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. അപ്പൊ ഇവിടെ നേരത്തെ വന്നപ്പോൾ എന്താണ്, ആദ്യത്തെ കേസിൽ വന്നപ്പോൾ RTH എന്ന് പറയുമ്പോൾ RTH നമ്മൾ RTH എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വരുന്നില്ല. എന്താ വന്നത്, ആദ്യത്തെ കേസിൽ
ആർ ഒരു കണ്ടക്ഷൻ പ്ലസ് ആർ ഒരു കൺവെക്ഷൻ. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കേസ് വന്നപ്പോ ആർ കണ്ടക്ഷൻ 1 പ്ലസ് ആർ ഇൻസുലേഷൻ ദാറ്റ് ഈസ് കണ്ടക്ഷൻ തന്നെയാണ് പ്ലസ് ആർ കൺവെക്ഷൻ. 3 കേസ് വരും. അപ്പൊ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊന്നും എല്ലാവരും ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് രണ്ടാമത് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് നീങ്ങാം. നോക്കാം ആ പ്രോബ്ലം എങ്ങനെയാ വരുന്നത്, എന്താ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കി. 2-3 പ്രോബ്ലംസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് പരമാവധി ഇത് ഒരെണ്ണം കൂടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ, എ 150 mm. ക്വസ്റ്റ്യൻ നോക്കി എല്ലാവരും. എ 150 mm സ്റ്റീം പൈപ്പ്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലായി ഒരു സ്റ്റീം പൈപ്പാണ്. ആ സ്റ്റീം പൈപ്പിന്റെ ദാറ്റ് ഈസ് എന്താണ് ഡയാമീറ്റർ, ദാറ്റ് ഈസ് R1 എന്നുള്ളത് എത്രയാണ്? R1 എന്ന് വെച്ചാൽ D1/2 ആണ്. ദാറ്റ് ഈസ് എത്രയാണ്? 150 mm അല്ലേ? അപ്പൊ 150 ഡിവൈഡഡ് ബൈ 2. സോറി, 1 സെക്കൻഡ്, എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. 1 സെക്കൻഡ്. സ്റ്റീം പൈപ്പ് ഹാസ് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് 150 അല്ല 120 ആണ് അല്ലേ? ഓക്കെ, എന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നോക്കാം. അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു സ്റ്റീം പൈപ്പ് തന്നെയാണ് തന്നിട്ടുള്ളത്. നേരത്തെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, സ്റ്റീം പൈപ്പ് തന്നെയാണ് തന്നിട്ടുള്ളത്. ആ സ്റ്റീം പൈപ്പിന്റെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് അല്ല, ഡയമീറ്റർ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 120 mm ആണ്. നോക്കി, 120 mm എന്ന് പറഞ്ഞാൽ R1 എത്ര വരും? D1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 mm ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരണ്ടാവും? 0.06 മീറ്റർ. കിട്ടിയോ? ഫസ്റ്റ് കേസ് കിട്ടി. ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ രണ്ടാമത്തെ എന്താണ്? അപ്പൊ ഇൻസൈഡ് ഡയമീറ്റർ വന്നു. അപ്പൊ അടുത്ത് തന്നെ എഴുതാം ഔട്ട്സൈഡ് ഡയമീറ്റർ ദാറ്റ് ഈസ് R2 ദാറ്റ് ഈസ് ഈക്വൽ ടു D2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 160/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 mm ദാറ്റ് ഈസ് ഈക്വൽ ടു 0.08 മീറ്റർ. കിട്ടിയോ? ഇപ്പൊ 2 ഡാറ്റ നമുക്ക് കിട്ടി. ഇനി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് അറ്റ് ദ ഔട്ട്സൈഡ് വിത്ത് എന്താണ്? ആസ്പെറ്റോസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളത് R1 R2 തന്നു. എന്താണ്? ഇതാണ് നമ്മുടെ പൈപ്പ്, സ്റ്റീം പൈപ്പ്. ഇവിടെ നോക്കിയേ, ഇതാണ് സ്റ്റീം പൈപ്പ്. സ്റ്റീം പൈപ്പിന്റെ ഇവിടെ നമുക്ക് R1 കിട്ടി, ഇത് നമ്മുടെ R2 നമുക്ക് കിട്ടി. ഇനി അത് കഴിഞ്ഞ് അത് എന്ത് കൊടുത്തിരിക്കുകയാണ്? സ്റ്റീം പൈപ്പ് കഴിഞ്ഞാൽ ഒരു ഇൻസുലേഷൻ കൊടുത്തിരിക്കുകയാണ്, ആസ്പെറ്റോസിന്റെ ഇൻസുലേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി എന്താ പറയണത്? ആസ്പെറ്റോസ്. ദ സ്റ്റീം ടെമ്പറേച്ചർ ഈസ് 150 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് THF ആണ് നമ്മുടെ THF, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ആണ് എന്തെന്നുള്ളത് 150 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഞാൻ നേരത്തെ 150 ടെമ്പറേച്ചർ ആയിട്ട് എടുത്തത്, MM ആയിട്ട് എടുത്തത്. ഓക്കെ, ആൻഡ് എയർ ടെമ്പറേച്ചർ ഈസ് 20 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീം സൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിന്റെ പുറത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു എയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റീമിന്റെ പുറത്ത് എയർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടെമ്പറേച്ചർ ആണ് എത്ര കൊടുത്തിരിക്കുന്നത്? ദാറ്റ് ഈസ് എത്രയാണ്? 1 സെക്കൻഡ്. ആൻഡ് എയർ ടെമ്പറേച്ചർ ഈസ് 20 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീം സൈഡ് അല്ല 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പൈപ്പ്, സ്റ്റീം പൈപ്പ് ഉണ്ട്. 1 സെക്കൻഡ്. ഒരു സ്റ്റീം പൈപ്പ് ഉണ്ട്. സ്റ്റീം പൈപ്പ് കഴിഞ്ഞ് ഇൻസുലേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റീം ആണുള്ളത്. ആ സ്റ്റീമിന്റെ പുറത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എയർ ഉണ്ട്. ആ എയറിന്റെ ടെമ്പറേച്ചർ ആണ് എന്നുള്ളത് 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ളത്? H, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ് H. സ്റ്റീം സൈഡിൽ എത്രയാണ്? 100 വാട്ട് പെർ മീറ്റർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റീമിന്റെ ഉള്ളിലെ ഒരു ലെയർ ഉണ്ട്. ആ ലെയർ എന്തായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്? നോർമൽ എയർ ആയിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഇൻസുലേഷനും എന്തായിട്ട് വരുന്നുണ്ട്? നോർമൽ എയർ ആയിട്ട് കോണ്ടാക്ട് വരുന്നത്. അവിടെ 2 കേസ് നമുക്ക് വരുന്നത് എന്താ? 2 കേസും കൺവെക്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ 2 കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് വന്നിരിക്കുന്നത്. ഒന്ന് സ്റ്റീമിന്റെ അടുത്ത ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, ഒന്ന് എയറിന്റെ അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. 2 കേസ് കേട്ടോ. അപ്പൊ ഒന്ന് എന്താണ്? HF ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തെ HCF ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്ത നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ആണ് K എന്ന് വെച്ചാൽ ആസ്പെറ്റോസ്. ഫസ്റ്റ് കേസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് KA. നമ്മൾ എഴുതുക, ഇവിടെ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആകത്തുണ്ട് KA ദാറ്റ് ഈസ് KA
എത്രയാണെന്നുള്ളത്, ആസ്ബറ്റോസ് എത്രയാണെന്നുള്ളത്. ആസ്ബറ്റോസും സ്റ്റീലും ഉണ്ട്. ആസ്ബറ്റോസ് സ്റ്റീലാണ് KA, ദാറ്റ് ഈസ് ഈക്വൽ ടു 42 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തെ ഇൻസുലേഷൻ ആണ് KB, ദാറ്റ് ഈസ് 0.8 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ബാക്കിയുള്ള ഡാറ്റാസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി ഒരു അഡീഷണൽ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത് നോക്കി, ഹൗ തിക് should the asbestos be provided in order to limit the heat losses to എത്രയാണ് 2.1 kilowatt per meter square. അപ്പോ എന്താ ക്വസ്റ്റ്യൻ അത് പറയും. അവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഹീറ്റ് ലോസ് ആണ് തന്നിരിക്കുന്നത്. ഹൗ തിക് ഷുഡ് ദ, അപ്പൊ അവിടുത്തെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഹൗ തിക് ഷുഡ് ദ ആസ്ബറ്റോസ് ബി പ്രൊവൈഡഡ് ഇൻ ഓർഡർ ടു ലിമിറ്റ് ഹീറ്റ് ലോസസ്. നമുക്ക് തന്നിട്ടുള്ള ഹീറ്റ് ലോസ് എത്ര വരുന്നത് 2.1 കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അത്ര വരണമെങ്കിൽ അവിടുത്തെ ലെങ്ത് എത്രയാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എത്ര വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആസ്ബറ്റോസിന്റെ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ആണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R1 R2 അറിയുള്ളൂ. അടുത്തൊരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ, തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇവിടെ നമുക്ക് ഈ കേസ് ഇവിടുത്തെ റേഡിയസ് R1 ആണ്, ഇവിടുത്തെ റേഡിയസ് R2 ആണ്. ഈ റേഡിയസ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതെന്താണ്, R3 ആണ്. അപ്പൊ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, R3 മൈനസ് R2 ആണ് നമ്മുടെ എന്തെന്നുള്ളത് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. ശ്രദ്ധിക്കുക, സ്റ്റീലിന്റെ പൈപ്പ് ഉണ്ട്, സ്റ്റീം പൈപ്പ് ഉണ്ട്, അതിന്റെ റേഡിയസ് R1 R2 തന്നിട്ടുണ്ട്. ഔട്ടർ ഇൻസുലേഷൻ തന്നിട്ടുണ്ട്. ഇൻസുലേഷന്റെ റേഡിയസ് നമുക്ക് R3 ആയിട്ട് എടുക്കാം. ഈ R3 പൈപ്പിന്റെ ഔട്ടർ ഡയമീറ്റർ തമ്മിലുള്ള റേഡിയസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്നുള്ളത് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. അതാണ് എന്തെന്നുള്ളത് R3 മൈനസ് R2. കിട്ടിയോ? അതാണ് എന്തെന്നുള്ളത് R3 മൈനസ് R2. കിട്ടിയോ? എല്ലാവർക്കും കിട്ടി? നോക്കാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ഹീറ്റ് ലോസ് ഈക്വൽ ടു ഹീറ്റ് ലോസ് Q, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? Q എന്ന് വെച്ചാൽ അറിയൂ നമുക്ക് ഓൾറെഡി. ആദ്യം നോക്കാം ഏരിയ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എത്ര വരുന്നത് 2πr into L. 2πr into L എന്ന് വെച്ചാൽ എന്താണ്, ലെങ്ത് ഓഫ് പൈപ്പ് ആണ്. നമുക്ക് അറിയില്ല, അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കേസ് നമുക്ക് തന്നിട്ട് ഹീറ്റ് ലോസ് വന്നിട്ടുണ്ട്. ഹീറ്റ് ലോസ് എന്ന് വെച്ചാൽ എത്രയാ, Q എത്രയാണ് 2.1 ആണ്. 2.1 എത്രയാണ്, കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. 2.1 കിലോവാട്ട് പ്ലസ് കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടില്ല, ബാക്കി ഡാറ്റാസും തന്നിട്ടില്ല. എങ്ങനെ നമുക്ക് ഹീറ്റ് ലോസ് നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യും? ഹീറ്റ് ലോസ് വെച്ച് ഇവിടെ നമുക്ക് വരുന്നത് കണ്ടക്ഷൻ ആണ്. ആക്ച്വലി കണ്ടക്ഷൻ ആണ് വരുന്നത് Q. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് അറിയാവോ, ΔT ഡിവൈഡഡ് ബൈ RT വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കണേ. അപ്പോൾ Q/L ആണെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്ക് എവിടത്തെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും, Qന്റെ വാല്യൂ അറിയാൻ പറ്റും. എവിടെയൊക്കെ നമുക്ക് ഡാറ്റ അറിയാൻ പറ്റും, ഇവിടത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്നുകിൽ നമുക്ക് റേഡിയസ് അറിയണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് Q തന്നിട്ടുണ്ട്. Q എന്നുള്ളത് എത്രയാണ്, 2.1 ആണ്. ഓക്കെ, Q എന്ന് വെച്ചാൽ 2.1 ആണ്. ഹീറ്റ് ലോസ് വന്നിട്ടുണ്ട്. ഹീറ്റ് ലോസ് വെച്ച് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഹീറ്റ് ലോസ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത് 2.1 കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ Q ദാറ്റ് ഈസ് ഈക്വൽ ഒരു ഇക്വേഷൻ വെച്ചാൽ UA ΔT. അപ്പൊ A കിട്ടിക്കഴിഞ്ഞാൽ A നമുക്ക് Lന്റെ R അറിയാൻ പറ്റും. R അറിയില്ല, L അറിയില്ല. അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്തിട്ടുള്ള ചെറിയ മിസ്റ്റേക്ക്. നമുക്ക് വരാം, താഴേക്ക് വരാം. 1 സെക്കൻഡ് നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ Q നമുക്ക് ഇവിടെ ഉണ്ട്. Q ഉണ്ട്. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? Q ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാൻ പറ്റും, ΔT ഓവറോൾ ഡിവൈഡഡ് ബൈ RTH എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ് R കൺവെക്ഷൻ. അതെങ്ങനെ വരണേ നോക്കാം. ΔT ഓവറോൾ എന്ന് വെച്ചാൽ എന്താ, THF മൈനസ് TCF. ആ രണ്ട് ഡാറ്റ നമുക്ക് അറിയത്തില്ലേ, 150 മൈനസ് 20. നേരെ എഴുതാം, THF മൈനസ് 150 മൈനസ് 20. ആ രണ്ട് നമുക്ക് അറിയാവുന്ന ഹോൾ ഡിവൈഡഡ് ബൈ. ഓരോ കേസും എടുക്കാം. ഇപ്പൊ ഇവിടെ എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് എന്താ, കൺവെക്ഷൻ. ഈ സൈഡ് നമുക്ക് എന്താ വരുന്നത്, സ്റ്റീം പൈപ്പ് ആണ്. അപ്പൊ അവിടെ എന്താ വരുന്നത്, കണ്ടക്ഷൻ. ഇവിടെ R കൺവെക്ഷൻ, ഇവിടെ R കണ്ടക്ഷൻ. ഇൻസുലേഷന്റെ അവിടെ എന്താ, അഗെയിൻ R ഇൻസുലേഷൻ, അതും കണ്ടക്ഷൻ. അഗെയിൻ പുറത്ത് എയർ വരുന്നുണ്ട്, അവിടെ എന്താണ്, R കൺവെക്ഷൻ. ഇതാണ് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ.
ഇനി ഇതിനെ നമ്മൾ ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഡാറ്റ നമ്മൾ അവിടെ വിട്ടേക്ക്, ഇത് കുറച്ച് മിസ്സിംഗ് ഉണ്ട്, അവിടെ വിട്ടേക്ക്. ഇവിടേക്ക് നമുക്ക് വരാം. നോക്കാം എങ്ങനെ വരുന്നുണ്ടാവുക. 2πl, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ നമ്മൾ എങ്ങനെയാണ് 2πl വരുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലെ. 2πl into THF minus TCF divided by ഓരോ കേസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് കേസ് എന്താ, കൺവെക്ഷൻ. 1 divided by HHF into R1 കിട്ടിയല്ലോ എല്ലാവർക്കും. 1 divided by HHF into R1 ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്താ, കണ്ടക്ഷൻ. എങ്ങനെ വരുന്നത്, ln R2 by R1 divided by K. സെക്കൻഡ് കേസ് എന്താണ്, ln R2 by R1 divided by K. കിട്ടിയല്ലോ, സെക്കൻഡ് കേസ് കിട്ടിയല്ലോ. മൂന്നാമത്തെ കേസ് കണ്ടക്ഷൻ. എങ്ങനെ വരുന്നത്, ln R3 by R2 divided by KB. ln R3 by R2 divided by KB. അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ കേസ് എന്താണ്, 1 HCF divided by R3. അതെന്താണ്, കൺവെക്ഷൻ ആണ്. നമുക്ക് അറിയുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കി വാല്യൂസ് നമുക്ക് ഇടാം. നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ക്യൂവിന്റെ വാല്യൂ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. വേറൊരു മെത്തഡോളജി വെച്ച് ഇക്വേറ്റ് ചെയ്യാം. ക്യൂ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെയ്യാം, ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.1 കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഇങ്ങനെയല്ല വന്നിരിക്കുന്നത്, കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്താണ് നോക്കാം. 2.1 എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ശ്രദ്ധിക്കുക കേട്ടോ, ക്യൂ എന്നുള്ളത് എന്താണ്, കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ Q by A ആണ്. Q by A ആണ് എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ ആക്ച്വലി 2πl ആണ്. Q ഡിവൈഡഡ് ബൈ 2 by R into L ആണ് വരെ, ഇവിടെ 2πl ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2πl Q by A നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.1 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് വെച്ചാൽ എന്ത് വരും, 2π into എന്താണ്, 2π into എന്താ ചെയ്യേണ്ടത്, അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. 2π into R into L. 2π into R into L. അപ്പൊ R നമുക്ക് അറിയാമോ, 2π into R into L ആണ് വരുന്നത്. R അറിയാമോ, R നമുക്ക് തന്നിട്ടില്ല. എന്താ കാരണം, R എന്നുള്ളത് മൊത്തത്തിലുള്ള R ആണ്, മീൻ റേഡിയസ് ആണ്. എന്താന്നുള്ളത് മീൻ റേഡിയസ് ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റേഡിയസ് എത്രയാ, ദാറ്റ് ഈസ് 60 mm ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എത്രയാ, 80 mm ആണ്. 80 plus 60 divided by 2 ചെയ്യാൻ പറ്റും. R3 റേഡിയസ് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ഒരു മീൻ റേഡിയസ് എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ തരണം. മീൻ റേഡിയസ് നമുക്ക് ഇത്രയാണ്, അല്ലെങ്കിൽ മീൻ ഡയമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തഡോളജി ചെയ്യാൻ പറ്റുക, മീൻ റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ഇതിലെ ഒരു അസംഷൻ പോലെയാണ് ഇത് എടുത്തിരിക്കുന്നത്. തിക്നെസ് ദാറ്റ് ഈസ് അറൌണ്ട് എന്താണ്, മീൻ റേഡിയസ് ഈക്വൽ ടു 150/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 mm ദാറ്റ് ഈസ് ഈക്വൽ ടു 0.075 എന്ന് എടുത്തിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളിവിടെ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ 150 mm ഓഫ് സ്റ്റീം പൈപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സ്റ്റീം പൈപ്പ് 150 mm എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇത് മീൻ റേഡിയസ് ആണ്. ഈ 150 mm ഓഫ് സ്റ്റീം പൈപ്പ് എന്നുള്ളത് ആക്ച്വലി കറക്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല, പക്ഷെ ഈ സാധനം എന്താണ്, ദാറ്റ് ഈസ് മീൻ റേഡിയസ് ആണ്. അതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 150/2 ദാറ്റ് ഈസ് എത്രയാണ്, 75 mm. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, 0.075 ഇൻറ്റു L. അപ്പൊ അതാണ് ആക്ച്വലി ഈ വാല്യൂ വരുന്നത്, 0.989 L ഇൻറ്റു 10³ 0.989 L into 10³ ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തഡോളജി തന്നെ അഗെയിൻ എന്ത് ചെയ്യുക, ഇക്വേഷൻ കറക്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. 2πl അവിടെ വന്നു നോക്കുക, 150 minus 20 എന്താണ്, THF minus TCF ആണ്. അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് കേസ് എന്താ ചെയ്യേണ്ടത്, കൺവെക്ഷൻ ആണ്. 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. HHF എന്ന് വെച്ചാൽ എത്രയാ, 100 ആണ്. റേഡിയസ് എന്ന് വെച്ചാൽ എത്രയാ, 0.06 ആണ്. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്താണ്, ln R2 by R1 ഡിവൈഡഡ് ബൈ K. എന്താ വരുന്നുണ്ടാവുക, ln R2 by R1 എന്ന് വെച്ചാൽ എത്രയാണ്, 0.08 ഡിവൈഡഡ് ബൈ 0.06 ആണ്. ln R2 by R1 എന്ന് വെച്ചാൽ എത്രയാണ്, 0.08 ഡിവൈഡഡ് ബൈ 0.06 ആണ്. ഡിവൈഡഡ് ബൈ Ka എന്ന് വെച്ചാൽ എത്രയാണ്, 42 ആണ്. അടുത്ത കേസ് ln R3 by R2 ഡിവൈഡഡ് ബൈ 0.8. ln R3 അറിയില്ല, R2 0.08 ഡിവൈഡഡ് ബൈ 0.8 പ്ലസ് 1 HCF into R3 എത്രയാണ്, 30 into R3. ഇത് മനസ്സിലാവേണ്ട കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, കണ്ടക്ഷൻ ആണോ കൺവെക്ഷൻ ആണോ റേഡിയേഷൻ ആണോ എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് പ്രോബ്ലത്തിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, അങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ, നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, അതിൽ വരുന്ന ഇക്വേഷൻസ് മനസ്സിലായോ, എന്നാൽ തന്നെയാണ് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ആദ്യത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് ഇവിടെ വന്നാലാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. ഇതെങ്ങനെ വന്നു,
ഈ ഇക്വേഷൻ എങ്ങനെ വന്നു, ഓരോ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഉണ്ടാവും. അത് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് വരുത്താൻ പറ്റും, കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 816.81 ഹോൾ ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത്, ഫസ്റ്റ് കേസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് 0.166 പ്ലസ് രണ്ടാമത്തെ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.000685. മൂന്നാമത്തെ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ln(r3)/0.08 ഡിവൈഡഡ് ബൈ 0.8 പ്ലസ് R3 നമുക്ക് അറിയില്ല 1 ഡിവൈഡഡ് ബൈ 30 R3. അപ്പൊ ഇത് ഇതേപോലെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാ വരാൻ നോക്കാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, 0.989 into 10 ക്യൂബിലെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എങ്ങനെ വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരണം, എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇവിടെ നിർത്തുക, ഈ എൻറ്റയർ തിങ്സിന്റെ താഴേക്ക് കൊണ്ടുവരാം, ഇതിന് നേരെ മുകളിലോട്ട് കൊണ്ടുപോവാം. അപ്പൊ എങ്ങനെ കിട്ടും, എത്ര നമുക്ക് കിട്ടുക, എങ്ങനെ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, 816 ഡിവൈഡഡ് ബൈ ഇതിനൊന്ന് ക്രോസ് ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുവരാം, മുകളിലോട്ട് കൊണ്ടുപോവാ. ബാക്കി ഈ രണ്ട് ടേംസിനെ നമ്മൾ ഇപ്പറേ സൈഡിലേക്ക് കൊണ്ടുവരാം. ബാക്കി R3 എല്ലാം ഒരു സൈഡിൽ നിർത്താം. അപ്പൊ നമുക്ക് എങ്ങനെ വരും, ഫൈനലി ln R3 ഡിവൈഡഡ് ബൈ 0.08 ഡിവൈഡഡ് ബൈ 0.8 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 30 R3 ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ കിട്ടിയ വാല്യൂ ഓൾറെഡി 816.81 ഡിവൈഡഡ് ബൈ 0.989 into 10 ക്യൂബ് 0.989 into 10 ക്യൂബ് മൈനസ് നേരത്തെ ആ പെൻഡിങ് ഉള്ള വാല്യൂ കൂടെ കൊണ്ടുവരിക. എത്രയാണ്, 0.166 പ്ലസ് 0.00685. ഇതൊന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അറൌണ്ട് എത്രയാണ്, 0.6524. എത്ര നമുക്ക് കിട്ടുന്നത്, 0.6524. ഈ വാല്യൂ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ R3 അവിടെ ഉണ്ടല്ലേ, R3 ഉണ്ടല്ലോ. ഈ R3 ഈ സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം, കോമൺ ആക്കി എടുത്ത് നമ്മൾ സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് ഇത് നമ്മൾ നമ്മുടെ കാൽക്കുലേറ്ററിനകത്ത് ഇക്വേഷൻ ഇട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിനകത്ത് ഇക്വേഷൻ ഇട്ട് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ഇട്ട് കൊടുത്തിട്ട് ഈ R3 ഒരു അൺനോൺ വാല്യൂ ആണെങ്കിൽ ആ അൺനോൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക, കാൽക്കുലേറ്ററിനകത്ത് ഇക്വേഷനകത്ത് ഈ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് ഇതിനകത്ത് മെത്തഡോളജി ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അറൌണ്ട് ദ വാല്യൂസ് ബിക്കം എത്രയാണ്, 0.105 m ഓർ എത്രയാണ് 105 mm എന്നുള്ളത് കിട്ടും. അത് ചെയ്ത് നോക്കണം, നിങ്ങൾ കാൽക്കുലേറ്റ് എടുത്ത് ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ കിട്ടേണ്ട എന്താ, തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നമുക്ക് ഈ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഇൻസുലേഷൻ ആണ് എന്ന് പറഞ്ഞാൽ R3ക്കും R2നും ഇടയ്ക്കുള്ളതാണ് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു R3 മൈനസ് R2 എന്ന് വെച്ചാൽ എത്ര വരേണ്ടത്, 105 മൈനസ് 80 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നുണ്ടാവുക, 25 mm ആണ് വരും. എത്ര വരുന്നുണ്ടാവുക, 25 mm ആണ് വരുന്നുണ്ടാവുക. മനസ്സിലായോ, ഇതാണ് എൻറ്റയർ തിങ്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കാം. സംശയങ്ങൾ ഇവിടെ ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് 0.989 into ഇവിടെ L ഇല്ല എന്നുള്ളത്, എന്തുകൊണ്ട് ഇവിടെ L ഇല്ല എന്നൊരു സംശയം ഉണ്ടാവും. അത് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ എല്ലും ഇവിടെ നേരത്തെ ക്യാൻസൽ ചെയ്ത് പോയിരുന്നു. മനസ്സിലായോ, അങ്ങനെയാണ് ഇവിടെ L ഇല്ലാതെ ഇങ്ങോട്ട് വന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ചിലർക്ക് ഇപ്പൊ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇവിടെ L ഉണ്ടായിരുന്നല്ലോ, ഇവിടത്തെ L അവിടെ പോയി, ഈ എല്ലും നമ്മൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. അങ്ങനെയാണ്, L നമുക്ക് തന്നിട്ടില്ല, ക്യാൻസൽ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഇവിടെ പറയാതിരുന്നത്, ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ കൂടും. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എന്താ, ക്യൂവിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ക്യൂ എന്നുള്ളത് ഇവിടെ തന്നിട്ടുള്ള എന്താണ്, കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് ആക്ച്വലി ക്യൂ തന്നിരിക്കുന്നത്. അപ്പൊ കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ക്യൂ ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പൊ അതിന് ക്യൂവിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഏരിയ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ക്യൂ ബൈ എ ചെയ്തു. എ എന്ന് വെച്ചാൽ എന്താ, 2π into r into l ആണ്. ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ശരിക്കും തന്നിട്ടില്ല, പക്ഷെ അത് മൊത്തത്തിൽ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ള 150 mm 150യുടെ റേഡിയസ് ആണ് വരേണ്ടത്. നമ്മൾ എന്താ എടുത്തു, ആ r ഇൻസുലേഷൻ മീൻ എന്നുള്ളത് എത്ര എടുത്തു, 0.075 ആയിട്ട് എടുത്തു. എല്ലാം അവിടെ തന്നെ നിർത്തി, അങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ ഈ എല്ലും ഇവിടെ വന്നപ്പോൾ രണ്ട് ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ള എല്ലാ ടേംസും നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, ഇക്വേഷൻസ് എടുക്കുക, ഇക്വേഷനകത്ത് നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് നിങ്ങൾ സോൾവ് ചെയ്യണം.
ഇക്വേഷൻ അത് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്യണം. അത് നമുക്ക് ഇക്വേഷൻ എന്നുള്ളതുണ്ട്, സോൾവ് കാൽക്കുലേറ്റർ എടുത്തിട്ട് സോൾവ് കൊടുക്കുക. സോൾവിനകത്ത് ഇക്വേഷൻസ് ഉണ്ട്, അത് മെട്രിക്സ് ഉണ്ട്, ക്വാഡ്രാറ്റിക്, അങ്ങനെ ഇക്വേഷനകത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R3 വാല്യൂ കിട്ടും. നിങ്ങൾ അല്ലാതെ ഇത് സോൾവ് ചെയ്യാനായിട്ട് നോക്കണ്ട, തെറ്റും. അപ്പൊ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? R3 - R2 എത്രയാണ്? 105 - 80 ആണ്. ദാറ്റ് ഈസ് അറൌണ്ട് എത്രയാണ്? 20 mm ആണ്. കിട്ടിയോ? അപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ്. നിങ്ങൾക്ക് കുറച്ചു നേരം ഇരിക്കുമ്പോൾ ബോറായി തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവർക്കും. കുറച്ച് പേര് പോയി തുടങ്ങി, എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇത് കുറച്ചു നേരം നമുക്ക് എനിക്കും അറിയാം, കുറച്ചധികം നേരം ഇത് വരുമ്പോൾ തന്നെ ബോറാവും ക്ലാസ്.